എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പിസ്സയുടെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഐറ്റംസിൻ്റെ ലിസ്റ്റ്, ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ സാധനങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഉള്ളി കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ടൊമാറ്റോൻ്റെ സ്കിന്ന് പീൽ ചെയ്യണം, അതിൻ്റെ തൊലി മാറ്റണം. അതിനായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് തൊലി മാറ്റണം. അപ്പം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. തക്കാളി ചൂടുവെള്ളത്തിലിടുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും, പീൽ ചെയ്യാൻ എളുപ്പമാവും. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി, സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാം. അതിനായിട്ട് ഒരു കടായി അല്ലെങ്കിൽ ഒരു പാൻ എടുത്ത് ബേണറിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ടൊമാറ്റോ ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വെള്ളം തിളച്ചിരിക്കണു, നമ്മൾ അതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ടൊമാറ്റോ ആണ്. സൂപ്പർ മാർക്കറ്റിൽ ഒരു കൺട്രി ടൊമാറ്റോ കൊണ്ടൊരു ടൈപ്പ് കിട്ടും. അത് കുറേയൂടെ ജ്യൂസിയാണ്. അതിലും ബെറ്റർ ഇതാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. എന്തായാലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ലിഡ് വെച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. എന്നിട്ട് വേണം സ്കിൻ റിമൂവ് ചെയ്യാൻ. ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്നൊന്നായിട്ട് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. അത് ചൂടൊക്കെ ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ആ ക്രോസ് മാർക്ക് ഇട്ടത് കാരണം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ തൊലി ഇങ്ങോട്ട് പീൽ ചെയ്ത് കിട്ടും. കണ്ടോ? ഇങ്ങനെ തൊലി റിമൂവ് ചെയ്യണം കേട്ടോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പാനിലിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്, ഒന്ന് വരട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയതായിട്ട്, ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇതിനെ സ്മാഷ് ചെയ്തെടുക്കുക. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. അതിലോട്ടൊരു 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ബർണർ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. കണ്ടില്ലേ? ഏതാണ്ട് ഈ പരുവാവുന്നത് വരെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മളൊരു 15 കാശ്മീരി മുളക് മാറ്റി വെച്ചിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് സമയമാവും കേട്ടോ ഇത് വെള്ളം വറ്റി വരാനായിട്ട്. നോക്കാം. വെള്ളമൊക്കെ വറ്റി ഒരു ഡ്രൈ ഫോമാറ്റിൽ ഇത് കിട്ടാനായിട്ട് 10-15 മിനിറ്റൊക്കെ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ബേണറിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. വെള്ളം വറ്റി വരുന്നുണ്ട്, നമുക്കത് കാണാനുണ്ട്. കളറ് മാറും, കുറച്ചുകൂടെ റെഡിഷ് കളറിലോട്ട് വരും. കണ്ടില്ലേ? ഒരു ഡാർക്ക് റെഡിഷ് കളർ വരുന്നുണ്ട്. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. കൂടെ 1/2 ടീസ്പൂൺ ഓറിഗാനോ. ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 10 തുളസിയുടെ ഇലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് ചേർത്താലും നന്നായിരിക്കും. ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിനായിക്കൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇത്
മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തണുക്കട്ടെ. വരട്ടിയ തക്കാളി ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. വാവ്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഫ്ലേവറുണ്ട്. ലുക്സ് നൈസ്, റിയൽ നൈസ്. പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മുടെ സോസ് തയ്യാറായിട്ടുണ്ട്. ഹോപ്പ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കോൺ കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.